ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിനെ പറ്റിയിട്ടാണ്. ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ ലെയർഡ് ബേസ്ഡ് ആർക്കിടെക്ചറാണ്. ലെയർഡ് ബേസ്ഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർ സിസ്റ്റത്തിനെ നമ്മൾ വേരിയസ് ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ലെയേഴ്സിനും ഒരു വെൽ ഡിഫൈൻഡ് ഫങ്ഷണാലിറ്റി ഉണ്ടാവും. ഒരു ലെയർ തൊട്ടടുത്ത അഡ്ജസൻറ്റ് ലെയറിന് ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് ബേസിക്കലി ലെയർഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിൽ 4 ലെയേഴ്സാണുള്ളത്. ആപ്ലിക്കേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയർ, ലൈബ്രറീസ് ലെയർ, ലിനക്സ് കേർണൽ ലെയർ. ഇതിലെ ലൈബ്രറീസ് ലെയറിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആൻഡ്രോയിഡ് റൺ ടൈം എന്ന് പറഞ്ഞൊരു സപ്പോർട്ടിംഗ് ലെയറും കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഓരോ ലെയർ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ടോപ്പ് ലെയർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ലെയർ. നമ്മൾ യൂസേഴ്സ് കാണുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണിൽ കാണുന്ന ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇൻബിൽറ്റ് ആപ്ലിക്കേഷൻസ് അതെല്ലാമാണ് ആപ്ലിക്കേഷൻ ലെയർ ഉണ്ടാവുക. ഓൾ ദ ആപ്ലിക്കേഷൻസ് ഇൻ ആൻ ആൻഡ്രോയിഡ് സിസ്റ്റം. അതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ കാണുന്ന കോണ്ടാക്ട്സ്, ഇമെയിൽ, മ്യൂസിക്, ഗാലറി, ക്ലോക്ക്, ഗെയിംസ് തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയറിലുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഹാർഡ്വെയർ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നതും യൂസർ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻബിൽറ്റ് ക്ലാസ്സസുകളൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയറിലാണ്. ഇതിലുണ്ടാകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്സ് ആണ്. ആക്ടിവിറ്റി മാനേജർ, ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറെ ആക്ടിവിറ്റിയിലേക്ക് പോകാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ആക്ടിവിറ്റി മാനേജറുള്ള ക്ലാസ്സസ് ആണ്. വിൻഡോ മാനേജർ, ദെൻ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്ന കണ്ടൻറ് പ്രൊവൈഡർ, സിസ്റ്റത്തിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വ്യൂ സിസ്റ്റം, പാക്കേജ് മാനേജേഴ്സ്, കോൾസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെലിഫോണി മാനേജർ, ഹാർഡ്വെയർ റിസോഴ്സസും സോഫ്റ്റ്വെയർ റിസോഴ്സും മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്ന റിസോഴ്സ് മാനേജർ, ലൊക്കേഷൻസ് ട്രാക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലൊക്കേഷൻ മാനേജർ, നോട്ടിഫിക്കേഷൻസ് വേണ്ടി ഉപയോഗിക്കുന്ന നോട്ടിഫിക്കേഷൻ മാനേജർ തുടങ്ങിയവയൊക്കെ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കിൽ വരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കേസ് സെറ്റ് ഓഫ് ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്രയും തരത്തിലുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ ഇൻബിൽറ്റ് ക്ലാസ്സസ് എല്ലാം ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയറിലാണ് ഉണ്ടാവുക. ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾ എല്ലാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആൻഡ്രോയിഡ് റൺ ടൈം ആണ്. ഈ ക്ലാസ്സുകൾക്കൊക്കെയുള്ള ഇൻബിൽറ്റ് കോഡ്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പറയുന്ന കോർ ലൈബ്രറീസ് എന്ന് പറയുന്ന ലെയറിലുമായിരിക്കും. അപ്പോൾ ആൻഡ്രോയിഡ് റൺ ടൈം ഒരു ജാവ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് റൺ ചെയ്യുന്നത്. പക്ഷേ ജാവ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ജാവ വിർച്വൽ മെഷീനാണ്. ജാവ വിർച്വൽ മെഷീൻ സ്റ്റാക്ക് ബേസ്ഡ് ആണ്. സ്റ്റാക്ക് ബേസ്ഡ് ആർക്കിടെക്ചറിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എളുപ്പമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ടൈം കൂടുതലെടുക്കും, കൂടുതൽ പവറും വേണ്ടി വരും. അപ്പം ഒരു ജാവ വിർച്വൽ മെഷീൻ്റെ എഫിഷ്യൻസി കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ ആൻഡ്രോയിഡ് മൊബൈൽ ഡിവൈസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പവർ ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്സിമം പെർഫോമൻസ് കിട്ടണം. അതുകൊണ്ട് ആൻഡ്രോയിഡ് റൺ ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്നത് JVM അല്ല, പകരം ഒരു സ്പെഷ്യൽ വിർച്വൽ മെഷീനാണ്. ആ വിർച്വൽ മെഷീൻ്റെ പേരാണ് ഡാൽവിക് വിർച്വൽ മെഷീൻ. ഡാൽവിക് വിർച്വൽ മെഷീൻ എന്ന് പറയുന്നത് രജിസ്റ്റർ ബേസ്ഡ് വിർച്വൽ മെഷീനാണ്. രജിസ്റ്റർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഡയറക്റ്റ്ലി ഡാറ്റ എല്ലാം ആക്സസ് ചെയ്ത് എക്സിക്യൂഷൻ കമ്പാരിറ്റീവ്ലി സ്പീഡായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം പവർ ഉപയോഗിച്ച് മാക്സിമം പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ലിനക്സ് കേർണലിൻ്റെ സഹായത്തോടു കൂടി DVMന് മൾട്ടി ത്രെഡിങ്ങും ലോ ലെവൽ മെമ്മറി മാനേജ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻബിൽറ്റ് പ്ലാറ്റ്ഫോം ലൈബ്രറീസ്. പ്ലാറ്റ്ഫോം ലൈബ്രറീസിൽ നമുക്ക് വേണ്ട പലതരത്തിലുള്ള ജാവ ബേസ്ഡ് ലൈബ്രറീസ് ആണ് ഉണ്ടാവുക. SSL ലൈബ്രറി ഫോർ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി, ഗ്രാഫിക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് SGL OpenGL എന്ന് പറയുന്ന ഗ്രാഫിക് ലൈബ്രറീസ് ആണ്. ഡിസ്പ്ലേ മാനേജ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സർഫസ് മാനേജർ ലൈബ്രറിയാണ്. ഓഡിയോ വീഡിയോ ഫോർമാറ്റ്സ് റെക്കോർഡിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ ലൈബ്രറിയാണ്. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് SQLite എന്ന് പറയുന്ന ഡേറ്റാബേസ് സപ്പോർട്ടിംഗ് ലൈബ്രറിയും. ഫോൺ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രീ ടൈപ്പ്. വെബ് ബ്രൗസർ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് WebKit. ഇങ്ങനെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കോർ ലൈബ്രറീസ് എല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്ലാറ്റ്ഫോം ലൈബ്രറീസിലാണ്. ഇതിൽ കൂടുതലും ജാവ ബേസ്ഡ് ലൈബ്രറീസ് ആണ്. നെക്സ്റ്റ് ഒരു ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിൻ്റെ ഹാർട്ട് എന്ന് പറയുന്ന ലിനക്സ് കേർണൽ ലെയർ. ഇതാണ് ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും ബേസ് ലെയർ എന്ന് പറയുന്നത്.
ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് യൂസറിനും ഹാർഡ്വെയറിനും ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഒരു ഹാർഡ്വെയറെ കൊണ്ട് ഒരു ടാസ്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന പീസ് ഓഫ് കോഡിന് നമ്മൾ പറയുന്ന പേരാണ് ഡ്രൈവർ കോഡ് അല്ലെങ്കിൽ ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം ഡിസ്പ്ലേ ഡിവൈസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഹാർഡ്വെയറിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പ്ലേ ഡ്രൈവർ വേണം, ക്യാമറേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ ഡ്രൈവർ വേണം, ബ്ലൂടൂത്ത് മോഡ്യൂൾസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് ഡ്രൈവർ, ഓഡിയോ മോഡ്യൂളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിയോ ഡ്രൈവർ, മെമ്മറി ഡ്രൈവർ, ഇങ്ങനെ പലതരത്തിലുള്ള ഡ്രൈവർ സോഫ്റ്റ്വെയർ എല്ലാം ലിനക്സ് കേർണലിലാണ് കാണപ്പെടുന്നത്. ലിനക്സ് കേർണലാണ് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള മെമ്മറി മാനേജ്മെൻറ്റും പവർ മാനേജ്മെൻറ്റും ഡിവൈസ് മാനേജ്മെൻറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ലിനക്സ് കേർണൽ എന്ന് പറയുന്നതാണ് ഒരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ബേസ് കോർ ലെയർ എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു ടിപ്പിക്കൽ ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിൻ്റെ 4 ലെയേഴ്സ്. താങ്ക് യു.